ഹേ ഗൈസ്, സോ നമ്മളിന്ന് വീണ്ടും നമ്മുടെ മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ പോകുന്നത്. നമ്മളെ മൈൻക്രാഫ്റ്റ് കുറച്ച് പ്രത്യേകതയുടെ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, പ്ലീസ് ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, പ്ലീസ്. ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ എൻ്റെ ചെസ്റ്റ് ഉണ്ട്, പിന്നെ ക്യാരക്ടർ ചെസ്റ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ബാക്കിൽ ഇന്ത്യ മോൻ എങ്ങനെയുണ്ട് വീട്. പിന്നെ മറ്റേ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. പിന്നെ ഇതെന്താ സാധനം, മറ്റേ സാധനം. പിന്നെ ഹീറോ സ്കെൽട്ടൻ്റെ ഫോട്ടോവും മറ്റേ സ്കെൽട്ടൻ്റെ ഫോട്ടോ താഴെ കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഞാൻ പിച്ചടിച്ച് വെച്ചാണ്. നമ്മളെ മറ്റേ മറ്റേ സാധനം എന്തൊക്കെ പിസ്റ്റം വെച്ച് ഞാൻ ഇങ്ങനെ വെച്ച് താഴോട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കായിരിക്കുന്നത് ഈ സാധനം. അപ്പോൾ ഞാൻ ലൈബ്രറിയൊക്കെ ഇവിടെ വെച്ചു. പിന്നെ എൻചാൻറ്റിങ് ടേബിളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ്ടായിരിക്കുന്നുണ്ട എൻചാൻറ്റിങ് ടേബിൾ. അപ്പോൾ ഇത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ഇവിടെയാണ് എൻ്റെ മെയിൻ സൈഡിരിക്കുന്നത്. 2 ഡയമണ്ടിൻ്റെ പിക്കേഴ്സ്. അതാണെങ്കിൽ ഒന്നുമില്ല. നമ്മുടെ കയ്യിലിപ്പോൾ ഷീൽഡുണ്ട്. ഷീൽഡ് നമുക്ക് ഇതിനകത്തുണ്ട്. ഒരു ഷീൽഡ് ഒട്ടി പോകുമ്പോൾ അടുത്ത ഷീൽഡ് ഒന്ന് എടുക്കും. അപ്പോൾ നമ്മളതിൽ തോന്നുന്ന സാധനങ്ങളുണ്ട് കേസ്. അപ്പോൾ നമ്മുടെ വീട് ഒന്ന് തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് പോലും അല്ല. അതിൻ്റെ മുമ്പേ രാത്രിയാവുകയാണ് അവിടെ. എനിക്ക് 1 മിനിറ്റ് ഞാൻ പീസ്ഫുൾ മോഡാന്ന് നോക്കട്ടെ. അത് ചിലപ്പോൾ ഈറ്റുള്ളതൊന്നും വരത്തില്ലല്ലോ. പീസ്ഫുൾ മോഡാന്ന് നോക്കട്ടെ. ഞാൻ പീസ്ഫുൾ മോഡായിട്ടാണ് കളിച്ചത്. അത് ഈസി മോഡ് തന്നെയായിരുന്നു. എനിക്കൊരു ഡൗട്ട് അടിച്ചു. ഓക്കെ, നമ്മൾ തന്നെ നമ്മളെ വീടിനൊക്കെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. വേണ്ട ഇതൊക്കെ ഞാൻ ഒരു നടത്തുകയാണ്. പിന്നെ ഡോറിലല്ലേ മറ്റേ ഓട്ടോമാറ്റിക്കലായിട്ട് ഡോറൊക്കെ തുറക്കുന്ന മറ്റേ സാധനം. പിന്നെ ഇവിടെ സാധനം ഉണ്ട് കണ്ടാ, തുറക്കില്ല. പക്ഷേ ഈ സാധനം പൊളിക്കാൻ പാടില്ലേ. വിളഞ്ഞ് പൊളിക്കാം, പക്ഷേ ഞാൻ പൊളിക്കത്തില്ല. ഇവിടെ തന്നെ ബാക്കിൽ ഇരുന്ന് ലുക്ക് കാണിച്ചു തരാം ഗീസ്. ഫാമിക്കുണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം ഗീസിൻ്റെ ലുക്ക്. അങ്ങനെ ഉണ്ട് ഈ സൈഡ്. ലൈക്കെങ്കിലും താ ഗീസ്, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒന്ന് ലൈക്കെങ്കിലും താ ഗീസ്, പ്ലീസ്. ലൈക്കെങ്കിലും തന്നെ. മറ്റേ ലോമെന്ന് മണ്ടുള്ള എന്തൊരു സാധനമുണ്ട്. ഇതല്ലേ ബാരലല്ലേ? ഇത് ആണ് അല്ല ബാരലല്ലേ മറ്റേ സാധനം. ഇതെന്തിന്? ഇതൊക്കെ മറ്റേ സാധനം. എന്താ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെയൊക്കെ ഈ സാധനം ലെവല്ല. തേനീച്ചയുടെ വീടാണ് ഉണ്ടാക്കി കൊടുത്തതാണ്. ഇതിൻ്റെ തേനീച്ചയുടെ വീടാണ്, സാധാ തേനീച്ചയുടെ വീടല്ലേ. ഇതാണ് ഈ സെറ്റ്. പിന്നെ തന്നെ ഒരു കുളം. പിന്നെ മറ്റേ ട്രോപ്പിക്കലും ഉണ്ട് ഇവിടെ. ട്രോപ്പിക്കൽ ഫിസ്റ്റ്. പിന്നെ ഒരു പാലവും കൂടി ഇവിടെ പണിതിട്ടുണ്ടായിരുന്നു. പിന്നെ പംകിൻ എൻ്റെ ബാക്കിലാണ് എൻ്റെ ഇതൊക്കെ. പിന്നെ മറ്റേ വർക്ക് സ്റ്റേഷൻ അല്ലല്ലോ, എന്തോ ഒരു സാധനം, ആ സാധനവും. പിന്നെ വർക്ക് സ്റ്റേഷൻ എന്താണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കയറിയിരിക്കും. ഇത് അടച്ചു വേണമെങ്കിൽ വെക്കാം, പക്ഷേ ഇങ്ങനെ വെക്കത്തുള്ളൂ. ഇതാ കുറച്ചും കൂടി നല്ലത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ. നമ്മളെ പാലം തന്നെ കാണിച്ചു തരുന്നത്. പാലം താണ്ട് നമ്മളെ പാലം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പോകാം കഴിച്ചുകൊണ്ട്. പാലത്തിൽ കൂടെ നമുക്ക് 10 സൈഡിലോട്ട് പോകാം. അപ്പോൾ അതിന് വേറെ ഒന്നും ഞാൻ കാണിക്കാനൊന്നും അല്ല വന്ന്. ഇവിടെ തന്നെ ഒരു സ്റ്റാൻഡിൻ്റെ സ്ഥലമുണ്ട്. ഇവിടെ ചിലപ്പോൾ വില്ലേജ് ഉണ്ട്. ഞാൻ വില്ലേജ് കണ്ടില്ലായിരുന്നു, എന്നോട്ടും പോയില്ല. അതിൻ്റെ മുമ്പേ ഞാൻ വില്ലേജിൻ്റെ നമ്മുടെ വീടിൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തിരി പിന്നെ കത്തുന്നില്ല ഇവിടുത്തെ ലൈറ്റ് എന്താണെന്ന് പറഞ്ഞിവിടെ. ഓക്കെ, ഇനിയെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ലാഗ് അടിക്കുന്നോ. ഫസ്റ്റ് തന്നെ ലാഗ്. ചിലപ്പോൾ വലിയ വീട് വല്ലതും ഉണ്ടാക്കിയിട്ട് കുറേ നേരം കൊണ്ട് ഇതായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ അഴന്ന് കൊത്തിയെടുത്തിട്ടാണ്. അത് പൊളിഞ്ഞ് കുഴപ്പമില്ല. പോട്ട് എൻ്റെ കയ്യിൽ ഹോയി ഉണ്ടാക്കാൻ പറ്റും. കല്ല് വെച്ച് ഹോയി ഉണ്ടാക്കാൻ പറ്റാതെ എന്തോ ഉണ്ടാക്കാം. പിന്നെ ഇത് ഈ ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയട്ടെ. മറ്റേ അയറിൻ്റെ വേറൊരു സാധനം ഉണ്ടല്ലോ, എന്തുവാ ഞണ്ട് പോലെ ഇരിക്കുന്നത്. ആ സാധനവും പിന്നെ നടുക്കൊരു വളർക്കും. അതിനെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റത്തുള്ളൂ, ബാക്കിയുള്ള സാധനത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇന്നൊരു വില്ലേജ് കണ്ടുപിടിക്കും. ഞാൻ അങ്ങോട്ട് പോയില്ലേ. അതിൻ്റെ മുമ്പ് വീടിന് പണിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇന്ന് തന്നെ ഏത് കേവിലാണ് പോയെന്ന് പറയട്ടെ. ഇവിടെ അടുത്തൊരു കേവ് ഒന്നും കണ്ട് ഗൈസ്. എവിടെയെന്ന് മനസ്സിലാവുന്നില്ല. ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു ഗൈസ്. എൻ്റെ വീടിനെയും കാട്ടി ദൂരെ പോകാൻ മതി. ഒരു മിനിറ്റ്. ഓക്കെ, ഒന്നുമില്ല. ഒരു കാര്യം നോക്കിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരത്തില്ല നിങ്ങൾക്ക്. അത് ഞാൻ പിന്നെ നിങ്ങളൊക്കെ നേരത്തെ കാണുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഗെയിമൊക്കെ എൻ്റെ സബ്സ്ക്രൈബൊക്കെ ആണെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും 60% 1K ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ്. 1K ശതമാനം ആൾക്കാർ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നില്ല. ഒരു കേവ്, ഈ കേവിലല്ലേ നമ്മൾ, ഇത് വേറെ കേവാ. ഈ കേവിലല്ല, ഇന്നൊരു കുയിന് നടക്കുന്നൊരു കേവായിരുന്നു. എവിടെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേവ്. പിന്നെ അതാണ്ട് ഇവിടെ ഒരു സാധനം കൂടി ഇതാ കണ്ട. മോനെ ഇന്ന് ഇവിടെ വെച്ചാണ് ഞാൻ ചൂണ്ടൊക്കെ പിടിക്കുന്നത്. ഇനി ഞാൻ ചൂണ്ട ഇടുന്ന സ്ഥലമാണ് ഇത്. മീനൊക്കെ കിട്ടും. പിന്നെ ഇതെന്ന് വെച്ചാൽ മറ്റേ സാധനം എന്താ, ക്യാമ്പ് ഫയർ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് തന്നെ ഉണ്ടെങ്കിൽ മറ്റേ ഷവലല്ലേ ഷവൽ വെച്ച് ഇങ്ങനെ അങ്ങ് തീ അണച്ച്. ഷവലല്ലല്ലോ മറ്റേ സാധനം, ഷവൽ തന്നെയാണെന്ന് തോന്നുന്നു. അത് വെച്ച് ഞാൻ തീ അണച്ച്. എന്താ കാണിക്കുന്നത്? എൻ്റെ വീട് ഇഷ്ടപ്പെട്ടോ? അതിന് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. സാധാ തേനീച്ച കൂടല്ലേ, ഇതാണെങ്കിൽ ഇതാണെന്നോ ഇല്ല പറഞ്ഞൊക്കെ ഉണ്ടോ. കുഞ്ഞിരുന്നാൽ ഒന്നും പറ്റത്തില്ല. എന്തായാലും പൊളി വീടല്ലേ. വേണ്ട കസേര. എൻചാൻമെൻറ്റ് ടേബിൾ അല്ല, എൻചാൻഡിങ് എന്നാണ്. എൻചാൻമെൻറ്റ് വേറെ ഒരാൾ കണ്ടു ഒരു സവലിൽ എന്തോ ഇതാ തോട് എടുത്ത് കൈ പിടിച്ചിട്ട് പിന്നെ എൻ്റർ ചെസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റർ ചെസ്റ്റ് പൊളിച്ച് കഴിഞ്ഞാലും ഇതിൽ നിന്നൊരു സാധനം പൊട്ടില്ല. പക്ഷെ പാടാണ് പൊളിക്കാൻ. ബുധൻ വെച്ചൊന്നും അല്ല കൊന്ന അമ്പപ്പാടൊക്കെ ഇത് മറ്റേ നോട്ടീസ് ബോർഡല്ല മറ്റേ സാധനം ഉണ്ടല്ലോ. എൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. മറ്റേ മൊത്തം കടലുണ്ടല്ലോ. പിന്നെ മഴ അതുകൊണ്ട് പറ്റിക്കുന്നു. ഞാൻ ഒരു 5 മിനിറ്റ് ഞാൻ കിടന്നു എന്നിട്ടേ ഉള്ളൂ. എനിക്ക് 5 മിനിറ്റ് ആണെന്ന് നോക്കാൻ കേട്ടോ. അങ്ങനെ എന്നിട്ട് പിന്നെ മഴ പോവില്ലേ എന്ന് നോക്കണമല്ലോ. എനിക്ക് മഴ പോവില്ല. എന്താ മഴയൊന്നും പോവാത്ത? ഇത്ര നേരം ഞാൻ കിടന്നോ ഇങ്ങനെ 2 മണിക്കൂർ കിടന്നു പറഞ്ഞു. എന്നിട്ട് മഴ പോകുന്നില്ല. ആ പോയല്ലേ കൊള്ളാം. പോയി പിന്നെ കൂടിനാ നശിപ്പിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ അടുത്ത് വില്ലേജ് കണ്ടുപിടിക്കുന്നു. അതാണ് എൻ്റെ ചൂണ്ട. പല ക്രീപ്പറെ ഇവിടെ ഉണ്ടായിരുന്നു. ആ കുഴി തന്നെ നീ ഒന്ന് പൊട്ടിട്ടാങ്കി. പിന്നെ കുഴി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല കാര്യമല്ല. പിന്നെ ആയിട്ട് അൽഫാം അടിക്കട്ടെ, കോഴി അൽഫാം. അങ്ങനെയുണ്ട്. വീട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഗ്ലാസ്സൊക്കെ പിന്നെ ഇതിനകത്ത് ഒരു ഇവിടെ ഇതിനകത്തൊന്നും ഇല്ല. പക്ഷേ ബാരൽ കണ്ട ഇതിൻ്റെ കോൺസുണ്ട്. ഇത് മറ്റേ സ്ഥലത്ത് മറ്റേ സ്ഥലമുണ്ടല്ലോ ഫാനിനടുത്ത് വേറെ സാധനം. ആ സ്ഥലത്തിന് പോയപ്പോൾ കുട്ടികളാണ്. ഇതിനെങ്ങനെ അടിച്ചു വെക്കാൻ വേണമെങ്കിൽ 39 രൂപ. ഇനി നമുക്ക് കുറച്ചെടുക്കാം. പക്ഷെ കോഴി ഉണ്ടായില്ല. നമ്മൾക്ക് കോഴിനെ ഉണ്ടാക്കിയില്ലേ. കോഴി എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. ഏതാ മറ്റേ വുഡൻ ഹോയി ആയിരുന്നു മുഖ്യം ഉണ്ടാക്കിയ. എന്തെങ്കിലും അയൺ ഹോയോ ഡയമണ്ട് ഉണ്ടാക്കാൻ ഹോയി ഉണ്ടാക്കാൻ അത്ര ഡയമണ്ട് ഒന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും ഉണ്ടാക്കാമെന്നേ ഉള്ളൂ. നമുക്ക് സ്റ്റിക്കൊക്കെ എല്ലാം അവിടെ കളഞ്ഞു. ഫസ്റ്റ് കളിച്ചപ്പോഴത്തേക്ക് എല്ലാ ഇതും ഞാൻ കളഞ്ഞു. ഫസ്റ്റ് കൂടുതലും ഹോയി പിന്നെ ഉണ്ടാക്കിയില്ല. അതൊക്കെ ഞാൻ അടുത്ത് കളഞ്ഞു. സ്റ്റിക്ക് സ്നാക്സ് പോലും ഉണ്ടാക്കിയില്ല. സ്നാക്സ് ഉണ്ടാക്കാൻ മറന്നു പോയതേ. ഇതിനാൻ തന്നെ വെച്ചു. ഞാൻ വിചാരിച്ചു മറ്റേ ഫിഷാണെന്നല്ലോ. ഞാൻ തന്നെ വെച്ച സാധനം. എങ്ങനെയുണ്ട് കാണാൻ? അങ്ങനെയുണ്ട്, രസമല്ലേ? ഇത് ഞാൻ ഇത് കിളിപ്പിച്ച് തരാം. നമുക്കല്ലാത്ത മരം വെട്ടാം. ഇത് ഞാൻ കിളിപ്പിച്ച് തരാം. മരം പൊട്ടിക്കുമ്പോൾ എന്തോ പോലെ തോന്നി. ഇതിൻ്റെ ഉള്ളിൽ അട്ടായിട്ടുള്ള പോലെ തോന്നി. എനിക്കങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ അട്ട അതേപോലെ സാധനമൊക്കെ ഉള്ള പോലെ തോന്നി. എനിക്കങ്ങനെ മാറ്റി വരുന്ന പോലെ തോന്നി. എന്തോ കാഫിൻ്റെ ബ്ലൗളിൽ കിട്ടിയുണ്ട്. ഇനി എന്താ 32 സ്റ്റിക്ക്. എത്ര
എത്ര ഹോൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ഹോൾ നമുക്ക് ഉണ്ടാക്കാം. ഇത്ര ഒരു കഴിക്കാനുള്ള 2 കഴിച്ചാൽ മതി. പക്ഷേ അഞ്ചെണ്ണിങ് അതല്ല കാഫിൻ്റെ ടേബിൾ കിട്ടി. എത്ര ഹോയി ഉണ്ടാക്കാൻ പറ്റും? 5 ഹോയി. 5 ഹോയി ഉണ്ടാക്കി ബാക്കി ചെസ്റ്റ് വെച്ച് ഇനി ഹോയി വെച്ച് നമ്മളെ ഫാമിലുള്ള സാധനങ്ങളൊക്കെ നോക്കിയാൽ എനിക്ക് സീഡ് വേണ്ട. നമുക്ക് സീഡ് ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. സീഡ് വേണമല്ലോ. സീഡല്ല എൻ്റെ സീഡ് എൻ്റെ കയ്യിൽ വേണ്ട. എല്ലാവരും ഈ സാധനം വേണ്ട. എൻ്റെ സീഡ് കണ്ടെന്നേ പിന്നെ വീറ്റ് വേണം. എനിക്ക് വീറ്റ് വേണം. തന്നോട്ടൊക്കെ വേണം. അല്ലേ പിന്നെ ഞാൻ വാട്ടമൊക്കെ തിന്നാട് കളിച്ചപ്പോഴേ എൻ്റെ വാട്ടർ ബോട്ടിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് തന്നെ എൻ്റെ കയ്യിൽ പോയി. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ കുറച്ച് നേരം ഈ വേൾഡ് കളിക്കുമായിരുന്നു. എല്ലാം പോയി എൻ്റെ കയ്യിൽ നിന്ന്. എന്തുവാ ഡയമണ്ട് സോളും അതും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. എന്തായാലും പോയി. എന്താണെന്ന് പറഞ്ഞു അതൊക്കെ വൃത്തികെട്ട ഒരു സാധനമേ അല്ല. അത് അണ്ണിവത്തങ്ങ സീഡ് പോയില്ലേ. ഇനിയും തണ്ണുവട്ടങ്ങ ഉണ്ടാവും. അത് ശരി. ഇതൊക്കെ നല്ലത്. ഇത് ഫാമിലായിരുന്നു സാധനം. അതെ ഇനി തണ്ണുവത്തങ്ങ ഉണ്ടല്ലോ. മത്തങ്ങ ഉണ്ടോ അല്ലല്ലോ. ഇതിൻ്റെ ഷെയ്ഡൊക്കെ വെച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഷെയ്ഡൊക്കെ എനിക്ക് കാണാമല്ലോ. ഞാൻ കയറി പോകാൻ പറ്റുമല്ലോ. ഞാൻ അതിൽ പോയി ഞാൻ പോയത് കാണാൻ പറ്റിയ ഇനി നമുക്ക് മറ്റേ സാധനം ഉണ്ടാക്കാം. ഇത് നമ്മളതിൽ 22 ഫംഗ്ഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഫണ്ട് എന്ത് ചെയ്യും എന്താ നമ്മുടെ വീട്ടിൻ്റെ ഫണ്ടിൽ നമ്മൾക്ക് ഇവിടെയും ആവശ്യമില്ല. ഇവിടെ വെച്ചിട്ട് ഈ സാധനം വെച്ച് നമ്മളിങ്ങനെ ആക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ് കിട്ടും നമുക്ക്. കണ്ട എൻ്റെ മോനെ ഇത് വെച്ച് നമുക്ക് അയൻകുളത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അയൻകുളത്തിന് വെച്ച് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് വെച്ച് നമുക്ക് അയൻകുളത്തിന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ വെക്കാം. നമ്മളെ മറ്റേ പാലത്തിൻ്റെ അടുത്ത് വെക്കാം. മീൻ പിടിക്കുന്ന പാലം ഉണ്ടല്ലേ, അവിടെ കൊണ്ടുവെക്കാം. മീൻ പിടിക്കുന്ന പാലം വേണ്ട. മീൻ പിടിക്കുന്ന പാലം അങ്ങോട്ട് കയറുന്നുണ്ട്. നമുക്ക് ഈ സാധനം നോക്കാം. നമുക്ക് ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം. സൈഡ് പോയി ബാരലിൻ്റെ മണ്ട പോയി. അവിടെ കൊണ്ടാക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലേ. ഇങ്ങനെ വെച്ച് അപ്പുറത്ത് വെക്കാൻ പറ്റത്തില്ല. ഇത് വെച്ചിങ്ങനെ ഇതാക്കി. ഓക്കെ ഇനി നമ്മൾക്ക് ഇവിടെയൊക്കെ വെക്കാം. മറ്റേ പാലത്തിൻ്റെ അടുത്ത് വെക്കാം. നമ്മൾ സാധാ പാലം ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് കൊണ്ട് വെക്കാം. ഇനി അതിൽ ലുക്കൊന്നുമില്ല, എന്നാലും വെച്ചേക്കാം. നമ്മൾ രാത്രിയൊക്കെ എല്ലാവരും പേടിച്ചു പോകില്ലേ, പിന്നല്ലാതെ. ഈ സൈഡിൽ നിന്ന് നമുക്ക് ആക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഒരു സൈഡേ ആക്കാൻ പറ്റുള്ളൂ. നമുക്ക് 1 2 1 2 3 4 1 2 3 4 5 6 7 8 ഇറ്റങ്ങനെ സീഡ് ഇതാ. ഓക്കെ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും കയറാൻ വരും. ഞാൻ പേടിക്കണം. മണ്ടയിലാക്കാൻ പറ്റുമോ? ഓക്കെ മോനെ
നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് രാത്രി നോക്കുമ്പോൾ അയ്യോ അല്ല 1 മിനിറ്റ് കോളെൻ്റെ വീട്ടിലുണ്ടല്ലോ പറഞ്ഞ കണക്ക്. കോളല്ലായിരുന്നു, ടോർച്ച് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ടോർച്ച് എടുത്തുകൊണ്ടിരുന്നു. സാധാ പങ്കിനാണ് എടുക്കുന്നുണ്ടോ മറ്റേ പങ്കിന്? സാധാ പങ്കിന് അല്ല, മറ്റേ പങ്കിനാണ്. അല്ല, സാധാ പങ്കിനാണ് എടുക്കുന്നത്. ഇത് മോശം തന്നെ സാധാ പങ്കിനായിരുന്നു. പക്ഷേ നോക്കുമ്പോൾ സാധാ പങ്കിനല്ല. 15 ഉള്ള ഇതിലെ കൂടെ പോകുമ്പോൾ നമ്മളെല്ലാവരും പേടിച്ചു. നമുക്ക് എന്താ ചെയ്യണ്ടേന്ന് മനസ്സിലായല്ലോ. മോനെ എന്താന്ന് തിളങ്ങുന്ന സ്ഥലം ഗൈസ്. തിളങ്ങുന്ന പമ്പിൻ പേടിപ്പിക്കുന്നതാണ്. പിക്കേസ് വെച്ച് നോക്കിയാൽ നടക്കുമല്ലോ. പിക്കേസ് വെച്ച് നോക്കിയാൽ നടക്കും ചെറുതായിട്ട്. അത് നടക്കും. ഇനി ഇത് വെച്ച് നമുക്ക് ഇതുണ്ടാക്കണം. നമുക്ക് ഇവിടെ ഫസ്റ്റ് വെക്കാം. ഇവിടെ കഴിഞ്ഞ് നോക്കണ്ടേ. ടോർച്ച് ചേർന്നതാണോ? അല്ല, പംകിൻ എൻ്റെ ഉണ്ടല്ലോ. അല്ല, പംകിൻ അല്ല, എന്തുവാ ഇതില്ല എൻ്റെ ഒരു പംകിനാണെങ്കിൽ നമ്മൾ ചെറുതായിരുന്നു. പിന്നെ അത് ഷെയ്ഡ് ചെയ്തിട്ട് നോക്കിയാലും നമുക്കിതാണോ കിട്ടുന്നത്? അല്ല സാധാ അപ്പര് മുറച്ചെടുക്കാം ഷെയ്ഡ് ചെയ്തിട്ട്. മോനെ ഇനി 1 2 3 4 5 6 7 8 9 10 11 ഇവിടെ 11 12 ഒക്കെ പേടിയാ. അപ്പോഴേ കുഴപ്പമില്ല, അത്രയൊന്നും കുഴപ്പമില്ല. എനിക്ക് ഒരാക്സ് ഉണ്ടെങ്കിൽ പൊളിയിച്ചു തന്നെ. ഇത് 2 ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇച്ചിരി പ്രേതത്തിൻ്റെ സ്ഥലം ആയിക്കൊണ്ടിരിക്കുമായിട്ട്. മറ്റേ പാലത്തിനടുത്ത് വെച്ചില്ല, പാലത്തിൻ്റെ അടുത്ത് വെച്ചില്ല. എന്നാലേ ഒരു പേടിയുള്ളൂ. ഈ മരത്തിനെ മണ്ട പിടിച്ച് കയറാൻ പറ്റും, എല്ലാവർക്കും അറിയാമല്ലോ. പോടാവിടുന്നു പാട്ട സാധനമാണ്. പിന്നെ അവനിക്ക് ആവശ്യമില്ല, നീ പോയിക്കോ. ബലല്ലല്ലോ അതിനകത്ത് ഉണ്ടായി എന്തൊക്കെ ഇരിക്കുന്നതെന്ന്. ചൂണ്ട, പിന്നെ കുറച്ച് ബക്കറ്റ് അങ്ങനെ വെച്ചാണ് പറഞ്ഞ ബക്കറ്റ് കുറേ ഉണ്ടോ ഇനിയിപ്പോൾ ഉണ്ടാക്കി വെച്ചാണ് ചൂണ്ട ആൻഡ് ബക്കറ്റ്. ഇപ്പോഴല്ല, നേരത്തെ ഉണ്ടാക്കി വെച്ചതാ. ഞാൻ കാണിക്കാൻ മറന്നു പോയതായിരിക്കും. കാണിച്ചായിരുന്നു ഞാൻ പറയാൻ മറന്നു പോയായിരിക്കും. ചിലപ്പോൾ കാണിച്ചില്ല, അല്ലെങ്കിൽ പറയാൻ മറന്നുപോയി. ഇനി എവിടെ വെക്കാം? വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചില്ല, വീട്ടിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചില്ലായിരുന്നു. വീട്ടിൻ്റെ ഉള്ളിൽ മോനെ നമ്മളെ ബെഡ്റൂമിൻ്റെ അടുത്ത് 1 2 പേടിപ്പെടുത്തുന്ന സ്ഥലം. നമ്മളിവിടെ കിടന്നുറങ്ങുമ്പോൾ പേടിയോ നമ്മുടെ കൂട്ടുകാരനൊക്കെ വീട് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നത്. രാത്രി ഭയങ്കര. എനിക്ക് രാത്രി ഈ സാധനം നോക്കണം. എനിക്ക് ഇതാവുന്നു. ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കിയതാണ്. ഈ സാധാ ഗ്ലാസ്സാണ്, മറ്റേ ഗ്ലാസ്സാണില്ല. സാധാ ഗ്ലാസ് അല്ല, മറ്റേ ഗ്ലാസ് ഉണ്ടല്ലോ, സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സാധാ ഗ്ലാസ്. അത് തന്നെ മറ്റേ ഗ്ലാസ്.
ഇത് കൈ വെച്ച് വേണമെങ്കിലും പൊട്ടിക്കാമോ? പൊട്ടിച്ചാണ് കൂട്ടും കുഞ്ഞുങ്ങൾ എന്നാ നിങ്ങൾ സ്ഥലം. അയ്യോ അറിയാതെ ഞാൻ പൊട്ടിച്ചു. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ സാധനം ഇട്ടാണല്ലോ. ഞാൻ പൊട്ടിച്ചു കുഴപ്പമില്ല. ഇത് പൊട്ടിക്കുക സിമ്പിളാവും. എൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്. കണ്ട എന്താ ഇരുന്ന് ഒരു തേങ്ങ ഇരുന്ന് ഈ രാത്രി ഇത് നോക്കണം. അപ്പോൾ നല്ലൊരു പേടിയാവണം കണ്ടപ്പോൾ. അങ്ങനെ പേടിയാവുമ്പോൾ തയ്യാറായിക്കോ, എല്ലാവരും തയ്യാറായിക്കോ. രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. രാത്രി എന്താ രാവിലെ രാത്രി പെട്ടെന്ന് നല്ല രാത്രിയാണ്. കൊട്ട രാത്രിയാണോ? ഇതെനിക്കിഷ്ടപ്പെട്ടു. രാത്രിയായി അതെനിക്കിഷ്ടപ്പെട്ടു. രാത്രി ഈ പാലത്തിൻ്റെ അടുത്തുള്ള എങ്ങനെയാണെന്ന് നോക്കട്ടോ. ഈ പാലത്തിൻ്റെ അടുത്തുള്ള എനിക്ക് ഇപ്പോഴും അവനുണ്ട്. അവനെന്തോ ചെയ്യാൻ പോകുന്നു? എന്തോ ചെയ്യുവാടാ? മോനെ ഉണ്ടായി. നീ എന്താ ഇവിടെ ചെയ്യാൻ പോണേ? സോംബിയിലെ കടിക്കൂടാ, ഓടിക്കോ. സോംബിയിലെ ഓടിക്കടി. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സോംബിയിലെ കടിക്കൂടാ, ഓടടാ. അവിടെ കിടന്നൊക്കെ കാണിക്കുന്നുണ്ട്. സോംബി ഒന്ന് അടിക്കാൻ പറഞ്ഞപ്പോൾ അവൻ കിടന്ന് ഓടുന്നില്ല. അവൻ വില്ലേജ് അങ്ങനെ ഇവിടെ വന്നു. അല്ല വാണ്ടറിങ് റൈഡർ അല്ലേ വേണ്ട കുളത്തി ചാടി കൊള്ളാം. അത് നമ്മളെ മറ്റേ അതാണ്ട് ഇരിക്കുന്നു ഇപ്പോൾ തന്നെ. ഞാൻ എത്ര നേരം കൊണ്ട് ഞാൻ നോക്കുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫണ്ടിലത്തെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ആ ഫണ്ടിലത്തെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഫണ്ടിലിരിക്കുന്നതാണ്. ഈ ഫണ്ടിലിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ. ഞാൻ പേടിച്ചു പോയി. മറ്റേ എന്താ വിലാസപ്പെട്ടനാണെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചു പോയി. ഇത് എനിക്ക് അയ്യോ രാത്രി ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ മേലുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നിങ്ങളാരും സബ് ചെയ്തില്ല എനിക്കറിയാം. നീ മാത്രമേ ഇനി സബ് ചെയ്യാനുള്ളൂ. നീ മാത്രമേ ഇനി സബ് ചെയ്യാനുള്ളൂ. വേഗം സബ് ചെയ്തേക്കും. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളൊക്കെ കൊന്നു കളയും. വേഗം സബ് ചെയ്തേക്ക്. നിങ്ങൾ മാത്രമേ ഇനി സബ് ചെയ്യാനുള്ളൂ. സത്യം പറ. നിങ്ങൾ കമൻറ്റ് സത്യം പറയണം. കമൻറ്റ് ചെയ്തേക്കണം. ഈ വീഡിയോയുടെ താരെ കമൻറ്റ് ചെയ്തേക്കണം നിങ്ങൾ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്താ സബ്സ്ക്രൈബ് ചെയ്യാനെന്ന് പറയണം ഗൈസ്. സമയം കിട്ടാത്തതൊന്നും പറയരുത്. ഇഷ്ടം പോലെ സമയമുണ്ട്. രാത്രി ഇഷ്ടം പോലെ സമയമുണ്ട്. അല്ലെങ്കിൽ ഉമ്മാടുത്ത് പറയണം ഒരു കാര്യം ചെയ്തിട്ട് തരാമെന്ന്. അതും പറഞ്ഞ് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തെന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോയിക്കും. അതെ ഇത്രേ ഉള്ളൂ. ചൈനക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ഇൻഫോർ മീ ചാനൽ. സബ്സ്ക്രൈബ് ഇൻഫോർ മീ എനിക്കാണ് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ പറഞ്ഞതാണ്. ചൈനക്കാരുമല്ല സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നതിന്. സബ്സ്ക്രൈബ് ചാനൽ ഇൻഫോർ മീ. ഓക്കെ. അപ്പോൾ വീടൊക്കെ കൊള്ളാമല്ലേ? അടുത്ത പാർട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ എപ്പിസോഡ് കഴിഞ്ഞ് അടുത്ത എപ്പിസോഡ് നമുക്ക് വരാം. അപ്പോൾ ബൈ. അടുത്ത എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. എന്തായാലും വരാം.